നമസ്കാരം, ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം മേടം രാശിയിലേക്ക് കടക്കുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. അശ്വതി, ഭരണി പൂർണ്ണമായും 4 പാദങ്ങളും കാർത്തികയുടെ കാൽഭാഗവും കൂടി ചേർന്നാൽ 2.25 നക്ഷത്രമായിട്ടാണ് പറയുന്നത്. അത് ഈ കാർത്തിക കാല് എന്ന് പറയുന്നത് മേടം രാശിയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി നമുക്ക് ഈ മേടം രാശിയിൽ ഉൾപ്പെടുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ചിന്തിക്കേണ്ടത് ആദ്യം തൊഴിൽപരം, പിന്നെ ബന്ധങ്ങള്, അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള വരവ്, ആയം വ്യയം എന്ന് പറയും, വരവ് ചെലവ്. പിന്നെ നമുക്ക് ആരോഗ്യപരമായിട്ട് ഈ വർഷം, ഈ വരാനിരിക്കുന്ന നവവർഷം എങ്ങനെയുണ്ടാവും, ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആദ്യം നമുക്ക് തൊഴിൽപരമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ശനി എന്ന് പറയുന്നത് അതിൻ്റെ സ്വക്ഷേത്രത്തിലേക്ക് വരികയാണ്, ബലവാനായി നിൽക്കുകയാണ് ശനി. ഈ വരുന്ന 2026 മീനം രാശിയിൽ തന്നെ തുടരുകയാണ്. ഈ വർഷം മീനം രാശിയിലേക്ക് ശനി പ്രവേശിച്ചു കഴിഞ്ഞു. ആ ശനി മീനം രാശിയിൽ തന്നെ തുടരുന്നു, അതും സ്വക്ഷേത്രമായി തന്നെ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം തൊഴിൽപരമായിട്ട് വളരെയധികം ഗുണഗണപരമായിട്ടുള്ള അവസ്ഥകളെ നമുക്ക് ഫേസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ തുലാം രാശി ശനി 12ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നതാണ് മറ്റൊരു എടുത്തു പറയേണ്ടത്. പിന്നെ ജൂൺ ആകുമ്പോൾ ഈ ശനി ഇവിടെ 2-ാം തീയതി മുതൽ ജൂൺ 2-ന് വ്യാഴം മാറി സ്വക്ഷേത്രത്തിലേക്ക് വരും, കർക്കിടക ക്ഷേത്രത്തിലേക്ക് വരും. അതായത് മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് ജൂണിൽ വരും, 6ാമത്തെ മാസം പകുതിയിലെത്തുമ്പോൾ. ഇതും നമുക്ക് ഈ വർഷത്തെ വരാനിരിക്കുന്ന വർഷത്തിന്റെ ഗുണഫലങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ തൊഴിൽപരമായിട്ട് രാശി 12ാം രാശിയിൽ നിൽക്കുന്ന ശനി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ അശ്വതി, ഭരണി, കാർത്തിക കാൽ ഭാഗത്തിലുള്ള നക്ഷത്രക്കാർക്ക് അഥവാ മേടം രാശിയിലുള്ളവർക്ക് കുറച്ച് അലച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യത. അനാവശ്യമായ യാത്രകൾ വരിക, അതുപോലെ തന്നെ അനാവശ്യമായ പണച്ചെലവുകൾ ഉണ്ടാവുക. അപ്പോൾ കൃത്യമായി ഈ പണം വിനിയോഗിക്കുന്നതില്, വ്യയം ചെയ്യുന്നതിലെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഈ ഒരു വർഷത്തില് ആദ്യ പകുതിയിൽ, ആദ്യത്തെ 6 മാസം വളരെയധികം നല്ലതായിരിക്കും എന്നാണ് പറയാനുള്ളത്. മറ്റൊന്ന് ബന്ധങ്ങൾ പറഞ്ഞല്ലോ. ആ ബന്ധങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് വർഷത്തിന്റെ 2-ാം പകുതി എത്തുമ്പോൾ വളരെ നല്ലൊരു ഒരു ബന്ധങ്ങളെ സ്ഥാപിക്കാൻ, ഇതുവരെ ഉണ്ടായിരുന്ന പിണങ്ങി നിന്നവരോ പരസ്പരം എന്താ പറയുക അവിചാരിതമായി ബന്ധങ്ങൾ മുറിഞ്ഞു പോവുക, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുക, അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല വിഷമങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഈ നക്ഷത്രക്കാർക്ക്, ഈ ഗ്രൂപ്പിലുള്ളവർക്ക്, മേടൻ രാശിയിലുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏകദേശം 2026 ജൂണോടുകൂടി മാറിക്കിട്ടുകയും ഒക്കെ ചെയ്യും. പക്ഷേ വേറൊരു പ്രധാനത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശനിയുടെ 12ാം ഭാവത്തിലുള്ള സഞ്ചരണമായതുകൊണ്ട് ഒരു പരിധിവരെ ഈ അമ്മയുടെ അസുഖം അല്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യം അതൊക്കെ ഇത്തിരി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അത് നോക്കണം. ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനസ്സിന് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇങ്ങനെയൊക്കെ വരാനുള്ള ഒരു ചില സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി കടന്നു പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കാറ്. ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ അത് വളരെ നല്ലതാണ്. പിന്നെ ധനപരമായിട്ട് നോക്കുന്ന സമയത്ത് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൈകാര്യം ചെയ്യേണ്ട, ധനം വരികയും പോവുകയും ചെയ്യുന്ന ഒരു ഉപാധിയാണ്. അതുകൊണ്ട് തന്നെ ഈ ധനത്തിന്റെ വരവ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് അതിന്റെ ചിലവ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആവർത്തിക്കുന്നു, ശനിയുടെ ഈ 12ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള അനാവശ്യമായ ചെലവുകളും യാത്രകളും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ആഡംബരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അനുകൂലമായ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇതിനൊക്കെ അനാവശ്യമായ പണങ്ങൾ നമുക്ക് ചെലവഴിക്കേണ്ടി വരും. അപ്പൊ ആ ധനപരമായ വിനിയോഗങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ പോകേണ്ടുന്ന ഒരു വർഷം കൂടിയാണ് 2026 ഈ നക്ഷത്ര രാശിക്കാർക്ക്. പിന്നെ ആരോഗ്യം നേരത്തെ പറഞ്ഞല്ലോ, ചെലവിന്റെ കാര്യത്തിൽ വളരെ എന്താ പറയുക ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം ഈ യാത്രാ ചെലവുകൾ, അനാവശ്യമായ യാത്ര, അതുപോലെ തന്നെ നമ്മൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടി വന്ന ധനനഷ്ടം, മാനഹാനി, ഇതൊക്കെ വരുന്ന ഒരു അവസരങ്ങൾ ഉള്ളത് കൊണ്ടൊക്കെ തന്നെ നമുക്ക് ആരോഗ്യപരമായിട്ട് ക്ഷീണം സംഭവിക്കാം, സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതിന് ഒരു മുൻകരുതൽ എന്ന നിലയിൽ യോഗയെ പോലുള്ള, ധ്യാനങ്ങളെ പോലുള്ള, അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക ആസന ആദികളെല്ലാം തന്നെ സ്വീകരിച്ച് ശരീരത്തെ ഒന്ന് പുഷ്ടിപ്പെടുത്തുവാനും ഒരു ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും കഴിയുകയാണെങ്കിൽ
നമുക്ക് ഈ 2026 ആദ്യ പകുതിയും രണ്ടാം പകുതിയും വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അശ്വതി, അതുപോലെ തന്നെ ഭരണി, കാർത്തികയുടെ കാൽഭാഗം നിൽക്കുന്ന പാദത്തിൽ നിൽക്കുന്ന മേടം രാശിക്കാരുടെ വളരെ ശ്രദ്ധേയമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിനപ്പുറത്തേക്ക് നമ്മൾ നമ്മുടേതായ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ ബോർഡുകൾ കാണാം, അതായത് ദിശാ സൂചികകൾ കാണാം. അവിടെ നമുക്ക് ഇടത്തോട്ട് തിരിയുക അല്ലെങ്കിൽ വലത്തോട്ട് തിരിയുക, നേരെ പോവുക, ക്രോസ് ചെയ്യരുത് അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യരുത്, അവിടെ ഹമ്പുണ്ട് എന്നൊക്കെയുള്ള സൂചനകൾ തരുന്നുണ്ടല്ലോ. അതുപോലൊരു സൂചന മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ഓരോരോ വിഷയങ്ങളാണ്, ഓരോരോ അവസ്ഥകളാണ്, ഓരോരോ സംഭവങ്ങളാണ്, ഓരോരോ സാഹചര്യങ്ങളാണ്. ഈ സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും അവസ്ഥകളെയും വിഷയങ്ങളെയും ഒക്കെ നമ്മുടെ മനോവ്യാപാരത്തിലൂടെ, മനോധർമ്മത്തിലൂടെ, പ്രത്യേകിച്ച് ഈശ്വര വിശ്വാസത്തിലൂടെ, കാരണം അദൃശ്യമായ ഒരു ശക്തിവിശേഷം നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ആ അദൃശ്യമായ ശക്തിയുടെ കരങ്ങളിൽ നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളെ ഏൽപ്പിക്കുക. പിന്നെ നമ്മൾ നമ്മളുടെ കർമ്മങ്ങളെല്ലാം തന്നെ കൃത്യമായി നിർവഹിക്കുക. അങ്ങനെ കൃത്യമായ കർമ്മങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് എത്തേണ്ടിടത്ത് കൃത്യമായി തന്നെ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. ഈ മേടം രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യാദി സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാവട്ടെ. 2026 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.